വെൽക്കം ബാക്ക് ടു മിസ്റ്റർ K3. ഇതൊരു ടേബിൾ ക്ലോത്ത് പ്രിൻറ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് ഇതൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ക്യാരറ്റിനെ രണ്ടായിട്ട് ആദ്യം മുറിച്ചു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനും സൈഡ് പോർഷൻ കട്ട് ചെയ്യേണ്ട പോർഷൻസും ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തു. നമ്മൾ പ്രൊവൈഡ് ചെയ്ത മാർക്കിങ്സ് അനുസരിച്ച് സൈഡിൽ നിന്ന് ആ പീസസ് കട്ട് ചെയ്ത് മാറ്റി. അറ്റത്ത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ഇതളാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ആ ഒരു ട്രയാങ്കുലർ ഷേപ്പ് പ്രൊജക്ഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അലൈൻമെൻറ്റും പ്രപ്പോർഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ വെയിൻസിൻ്റെ രൂപത്തിൽ, ഇതളിൻ്റെ നമ്മളൊരു കൊടുക്കുന്ന വെയിൻസ് പോലത്തുള്ള പോർഷൻസിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നീട് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഒരു തണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാരറ്റ് ഉപയോഗിച്ചും ചെയ്യാം. ജസ്റ്റ് ഒരു തണ്ട്, അത് സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ സിമ്പിളായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് പ്രിൻറ്റിങ്ങിൽ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് സഹായകമാവും. അടുത്തതായിട്ട് നമ്മൾ പൂവിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ഡിസൈനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഉരുളക്കിഴങ്ങിൽ ഒരു റൗണ്ട് കട്ട് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് റൗണ്ട് കിട്ടും. എങ്ങനെയാണെങ്കിലും ഉചിതം പോലെ ചെയ്യാം. എന്നിട്ട് അതിൽ ചെക്ക് ഡിസൈൻ കൊടുക്കാനായിട്ട് ക്രോസ് ആയിട്ട് വരകൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഫ്ലവറാണ് കട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവർ കട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ ഈ വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് നല്ലൊരു ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ലീഫ് കട്ടിംഗ് ആണ്. ലീഫ് കട്ടിങ്ങും വിശദമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് അതുപോലെ ലീഫ് കട്ട് ചെയ്യുക. ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ദ നെക്സ്റ്റ് ഈസ് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് ഒരു സ്പോഞ്ചിലേക്ക് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഒലിവ് ഗ്രീനുമാണ് ഇലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒലിവ് ഗ്രീനിന് പകരം ഡാർക്ക് ഗ്രീൻ എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ്. പിന്നെ ഞാനിവിടെ ഒരു ന്യൂ ഷെയ്ഡ് ട്രൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെൻറ്ററിലെ ചെക്ക് ഡിസൈന് നമ്മളൊരു മെറൂൺ പെയിൻറ്റും അതുപോലെ തന്നെ ഒരു ഇതളിന് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനും മറ്റൊരു ഇതളിന് റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനും അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പൂവിൻ്റെ സെൻറ്ററും ഇതളുകളും കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലോത്തിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് ആ മടക്ക് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ സെൻറ്ററിൽ ആ ചെക്ക് ഡിസൈൻ പ്രിൻ്റ് ചെയ്യാം. എന്നിട്ട് ആ മടക്ക് വന്നിരിക്കുന്ന ആ ക്രോസ് പോർഷനിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആദ്യമേ ഇതളുകൾ ഫില്ല് ചെയ്യാം. അതിന് ശേഷം മാത്രമാണ് മിഡിലുള്ള ഇതളുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഈ ടൈപ്പ് ഇതളുകൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ ട്രയാങ്കുലർ പോർഷൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലും ആ കടഭാഗം, നമ്മൾ വെയിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കടഭാഗം ആ ചെക്ക് ഡിസൈനോട് ടച്ച് ചെയ്യുന്ന രീതിയിലും വേണം പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 4 ഇതളുകളും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി മിഡിൽ പോർഷൻസിലുള്ള ഇതളുകളെല്ലാം പ്രിൻ്റ് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവാനും അതുപോലെ തന്നെ ഓരോ ഇതളുകളും ഓവർലാപ്പ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ക്രോസ് ആയിട്ട് ഇതളുകൾ പ്രിൻ്റ് ചെയ്തിട്ട് പിന്നീട് ബാക്കി ഇതളുകൾ ഫില്ല് ചെയ്യണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനെപ്പോഴും പറയുന്നതാണ്, ബ്ലോക്ക് ഡിസൈൻസ് ഒരിക്കലും നേരിട്ട് ക്ലോത്തിലേക്ക് പ്രിൻ്റ് ചെയ്യരുത്. ഒരു പേപ്പറിൽ ആദ്യം പ്രിൻ്റ് ചെയ്തതിന് ശേഷം എല്ലാം പെർഫെക്റ്റ് ആണോ, ഇംപ്രഷൻസൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ക്ലോത്തിലേക്ക് ഇത് പ്രിൻ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നല്ലൊരു രീതിക്ക് അട്രാക്റ്റീവായിട്ട് നമുക്ക് ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്ത ആ ചെക്ക് ഡിസൈനില്ലേ, അതിൻ്റെ കുറച്ച് ഭാഗം തന്നെ കട്ട് ചെയ്തിട്ട് ഈ ഫ്ലവറിന് ചുറ്റുമായിട്ട് ആ 4 സൈഡിലും ഞാനൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇത് പുതിയൊരു ഡിസൈനൊന്നുമല്ല, സെൻറ്ററിൽ വെച്ച ആ ചെക്ക് ഡിസൈനിൽ നിന്ന് ഒരു ചെറിയൊരു വി പോലത്തെ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സെയിം പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ സെൻറ്ററിൽ കൊടുത്ത ഫ്ലവർ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനായിരുന്നു. അടുത്തതായിട്ട് ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ വെച്ചിട്ട് അടുത്ത ഫ്ലവേഴ്സ് പ്രിൻ്റ് ചെയ്യാം. ഫ്ലവർ പ്രിൻ്റ് ചെയ്യുമ്പോൾ
ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ സെൻറ്റർ പോർഷനിലുള്ള ഇതൾ പ്രിൻ്റ് ചെയ്യുന്നു, പിന്നെ ഏറ്റവും അവസാനത്തെ പോർഷനിലുള്ള 2 ഇതളുകൾ പ്രിൻ്റ് ചെയ്യുന്നു. ഈ 3 സെറ്റ് ഇതളുകളും പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ നടുക്കുള്ള ഇതളുകൾ ഫില്ല് ചെയ്യുന്നത്. ഇതെപ്പോഴും നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് എവിടെയും ഒരു ഓവർലാപ്പ് ഇല്ലാണ്ട് ഫ്ലവർ പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലീഫ് ഡിസൈൻസ് എടുത്തിട്ട് നമ്മൾ ലീഫ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലീഫ് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് 2 സൈഡിലേക്കായിട്ട് ഇരിക്കുന്ന ലീഫുകളാണ്. ഒരു ടൈപ്പ് ഓഫ് ലീഫ് എടുത്തിട്ട് അത് വരുന്ന എല്ലാ പാർട്ടിലും അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടൈപ്പ് ലീഫ് എടുത്തിട്ട് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള മെത്തേഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് അലൈൻമെൻറ്റ്, ഏത് ലീഫ് എവിടെയാണ് എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസ് മത്സരം എന്ന് പറയുന്നത് അതിനൊരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വിത്തിൻ ദ ടൈം അത് ചെയ്ത് തീർക്കാൻ, ആ ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്കിത് ഹെൽപ്ഫുള്ളാകും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രിൻ്റ് ചെയ്യാം. ഞാനതൊരു ചെറിയൊരു ടിപ്പായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനും ടൈം സേവ് ചെയ്യാനും ഈ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള ഫ്ലവേഴ്സും ലീഫൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ആ ഗ്യാപ്പുകളെല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലീഫിൻ്റെ ഡിസൈൻ എടുത്തിട്ട് ആ 4 സൈഡിലേക്കും പ്രിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. ഇപ്പോഴും നമുക്ക് ഗ്യാപ്പുകളുണ്ട്. അവിടെ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂവിൻ്റെ ഡിസൈൻ വെച്ചിട്ട് മെറൂൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ലീഫിൻ്റെ എല്ലാ സൈഡിലേക്കും, ഗ്യാപ്പുള്ള എല്ലാ സൈഡിലേക്കും നമ്മൾ ഈ മെറൂൺ ഡിസൈനിലുള്ള പൂവുകൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ മിസ്റ്റർ കീത്രയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലായിടത്തും പ്രിൻ്റ് ചെയ്തിട്ട് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡിസൈൻ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ കട്ട് ചെയ്ത് വെച്ച ചെറിയൊരു തണ്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലേ, ആ തണ്ടിൻ്റെ പോർഷൻ എടുത്തിട്ട് നമ്മൾ ലീഫിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് എടുത്ത ഒലിവ് ഗ്രീനും പിന്നെ അറ്റത്തായിട്ട് ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ക്ലോത്തിലേക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു തണ്ട് ക്ലോത്തിൻ്റെ എല്ലാ സൈഡിലേക്കും പ്രിൻ്റ് ചെയ്ത് നമ്മൾ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു തണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൽ വളരെ നാരോ ആയിട്ട് വെറുതെ വെട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റിലും വെട്ടിയെടുക്കാം. ഇത് അത്രയും ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ നമ്മുടെ ടേബിൾ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് മാത്രം പോരാ, ഇതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതേ ബ്ലോക്ക് ഡിസൈൻസ് യൂസ് ചെയ്തിട്ട് പല ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ടേബിൾ ക്ലോത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഭാവനയ്ക്ക് ഒത്ത വിധം ഈ ഡിസൈൻസ് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.